സോ ഗൈസ് വെൽക്കം ടു ഡേ 1 ഓഫ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ബൂട്ട് ക്യാമ്പ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു സീരീസ് ഓഫ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യണത് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് ആണ്. സോ എന്താണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ്, എങ്ങനെയാണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് വർക്ക് ചെയ്യണത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് ട്രേഡ് ചെയ്യാൻ പറ്റണത്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രം സ്ക്രാച്ച് എന്നാണ് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മളൊരു ഫോറക്സ് ട്രേഡിംഗ് ബൂട്ട് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും ഫ്രം സ്ക്രാച്ച്, അതായത് നിങ്ങൾക്ക് ആ ഒരു ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിലും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടൊരു കംപ്ലീറ്റ് ഒരു 20 വീഡിയോസുള്ള ബൂട്ട് ക്യാമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് ഈ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ബൂട്ട് ക്യാമ്പ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രം സ്ക്രാച്ച് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിലും ഈ ഒരു സീരീസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യണത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ജസ്റ്റ് ഒരു ഗ്ലിംസ് തരുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 21 വീഡിയോസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യണത്. സോ എനിക്ക് ഈ ഒരു കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ആൻഡ് 5th ആ ഒരു അപ്ലോഡിങ് സ്റ്റാർട്ട് ചെയ്യണത്. സോ 5th ടു ഒരു 25th വരെ ഉണ്ടാവും. ഓക്കെ, അതായത് ഇന്നത്തെ ഫസ്റ്റ് നമ്മൾ വീഡിയോ വാട്ട് ഈസ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ്, പിന്നെ നെക്സ്റ്റ് വരാൻ പോണത് ഫോറക്സ് വേഴ്സസ് ഫ്യൂച്ചേഴ്സ്, പിന്നെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, എല്ലാം ഉണ്ട് കംപ്ലീറ്റ്ലി ഫ്രം സ്ക്രാച്ച് എന്ന്. അതുപോലെ തന്നെ എങ്ങനെയാണ് അവിടെ ഒരു സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യണത്, ആൻഡ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യണത്, അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അതിനൊക്കെ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഡേ 1 നമ്മൾ നോക്കാൻ പോണത് എന്താണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണത്, ആൻഡ് അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ബൂട്ട് ക്യാമ്പ് ഡേ 1 ആണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോണത് വാട്ട് ഈസ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ്. ഒരു കംപ്ലീറ്റ് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് എന്താണ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്നൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ മാർക്കറ്റിലോട്ട് നോക്കുവാണെങ്കിൽ, ഫോറക്സ് ട്രേഡിംഗ് സ്പേസിലോട്ട് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഫോറക്സ് മാർക്കറ്റ് നിന്ന് ഫ്യൂച്ചേഴ്സിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. സോ അതിനുള്ള മെയിൻ കുറച്ച് റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് ആർ സെൻട്രലൈസ്ഡ്, മീനിങ് പ്രൈസ് കംസ് ഫ്രം വൺ എക്സ്ചേഞ്ച് ഇൻസ്റ്റെഡ് ഓഫ് മെനി ബ്രോക്കേഴ്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഫോറക്സ് മാർക്കറ്റിലോട്ട് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു CFD സ്പേസിലോട്ട് നോക്കുവാണെങ്കിൽ, അത് സെൻട്രലൈസ്ഡ് മാർക്കറ്റ് അല്ല. അതായത് അതൊരു ഡീസെൻട്രലൈസ്ഡ് സ്പേസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോറക്സ് മാർക്കറ്റിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഒരു യൂറോ USD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസെറ്റ്, ആ ഒരു അസെറ്റ് നമ്മൾ ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സിലോട്ട് പോകുന്ന സമയത്ത് ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും. അതായത് പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാവും. ഒരു സെൻട്രലൈസ്ഡ് പ്രൈസ് ആയിരിക്കില്ല നമ്മൾ അവിടെ ട്രേഡ് ചെയ്യണത്. അതായത് ആ CFD ഉള്ള പേര് തന്നെയുണ്ട്, കോൺട്രാക്ട് ഫോർ ഡിഫറൻസ് എന്നാണ് ആ ഒരു CFD ആ ഒരു കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു ഇൻ്റർഫേസ് അവിടെ ഫോം ചെയ്യണത് ബ്രോക്കറാണ്. ആ ഒരു ബ്രോക്കറിൻ്റെ ഇൻ്റർഫേസിലാണ് നമ്മൾ ട്രേഡ് ചെയ്യണത്. അവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രലൈസ്ഡ് എൻറ്റിറ്റി കാര്യങ്ങളില്ല. ബട്ട് ഫ്യൂച്ചേഴ്സിലോട്ട് പോകുന്ന സമയത്ത് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യണത് CME ഗ്രൂപ്പാണ്. അതായത് ചിക്കാഗോ മെർച്ചൻ്റൈൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ട്രേഡ് ചെയ്യുന്നത് സെയിം പ്രൈസ് ആണ്, അല്ലെങ്കിൽ സെയിം ചാർട്ടാണ് ട്രേഡ് ചെയ്യണത്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഷെയർ, ഓക്കെ, അതിൻ്റെ പ്രൈസ് ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സിലോട്ട് പോവുകയാണെങ്കിലും സെയിം പ്രൈസ് ആണല്ലോ. അതായത് ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഇവിടെ സെബി ഉണ്ടല്ലോ. അതുപോലെ തന്നെ ആണ് ഈ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡിലോട്ട് വരുമ്പോഴും ഇവിടെ ഒരു CME ഗ്രൂപ്പ് ഉണ്ട്. CME ഗ്രൂപ്പാണ് ഈ ഒരു പ്രൈസ് ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു എക്സ്ചേഞ്ച് ഡാറ്റ എല്ലാ ബ്രോക്കേഴ്സിലോട്ടും കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് മാർക്കറ്റാണ്. അതാണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൻ്റെ ഒരു നമ്പർ 1 മെയിൻ ഫോറക്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മെയിൻ അഡ്വാൻറ്റേജ് പറഞ്ഞത് അതൊരു സെൻട്രലൈസ്ഡ് മാർക്കറ്റാണ്. സോ പിന്നെ പറഞ്ഞത് ഹൈ ട്രാൻസ്പെറൻസി അലൗ ട്രേഡേഴ്സ് ടു സീ റിയൽ വോളിയം ആൻഡ് പാർട്ടിസിപ്പേഷൻ. അതായത് റിയൽ വോളിയം നമുക്ക് കാണാൻ പറ്റും. അതായത് ആരൊക്കെയാണ് ട്രേഡ് ചെയ്യണത്, എന്തൊക്കെ ക്വാണ്ടിറ്റിയാണ് ട്രേഡ് ചെയ്യണത്, എത്രത്തോളം അവിടെ മൂവ്മെൻറ്റ് വരണുണ്ട്, അതൊക്കെ റിയൽ ടൈമിൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഒരു കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ യൂസ്ഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെഡ്ജ് ഫണ്ട്സ് ആൻഡ് പ്രൊഫഷണൽ ട്രേഡേഴ്സ് വേൾഡ് വൈഡ്. അതായത് ഈ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് അറിയപ്പെടുന്നത് ജെന്റിൽമെൻസ് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ എൻറ്റിറ്റീസും അവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഹെഡ്ജ് ഫണ്ട്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഒക്കെ അവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ പറയുന്നത് എക്സിക്യൂഷൻ ഈസ് ഫാസ്റ്റ് ആൻഡ് പ്രൈസിങ് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യണ സ്പ്രെഡ്, സ്ലിപ്പേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരത്തില്ല. ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു കമ്മീഷനാണ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സിക്യൂഷൻ്റെ വരുന്നത്. അതുകൊണ്ട് തന്നെ
നല്ലൊരു മാർക്കറ്റാണ്. ഓക്കെ. നമ്മൾ ഫോറക്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ ബെറ്റർ മാർക്കറ്റ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ പറഞ്ഞ പോലെ സ്പ്രെഡ്, അതുപോലെ തന്നെ ഈ ഒരു സ്ലിപ്പേജ് കാര്യങ്ങളൊന്നുമില്ല. ഈ സ്പ്രെഡ് സ്ലിപ്പേജ് ഒക്കെ ശരിക്ക് നമ്മൾ ഫോറക്സിലോട്ട് വരുന്ന സമയത്ത് അതൊക്കെ ബ്രോക്കർ മെയ്ഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു CME ഗ്രൂപ്പ് ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യണതുകൊണ്ട് നമുക്കിവിടെ സ്പ്രെഡ് സ്ലിപ്പേജ് ഈ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. ആൻഡ് നെക്സ്റ്റ്, വാട്ട് ഈസ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ്? സോ ഇവിടെ നമ്മൾക്ക് എന്തൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാം. അതായത് നാസ്ഡാക്കിൻ്റെ ഇൻഡെക്സ്, നാസ്ഡാക്കിൻ്റെ ഫ്യൂച്ചേഴ്സ്, ആൻഡ് അതുപോലെ തന്നെ ഡൗ ജോൺസ്, S&P 500, ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചേഴ്സ് നമുക്കിവിടെ ട്രേഡ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ കറൻസി ഫ്യൂച്ചേഴ്സ് ഉണ്ട്, യൂറോയുടെ ഫ്യൂച്ചേഴ്സ് ഒക്കെ നമുക്കിവിടെ ട്രേഡ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ കമോഡിറ്റി ഫ്യൂച്ചേഴ്സ്, അതായത് ഗോൾഡിൻ്റെ ഫ്യൂച്ചേഴ്സ്, സിൽവർ ഫ്യൂച്ചേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഓയിൽ ഫ്യൂച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഇൻവോൾവ്സ് ബൈയിങ് ഓർ സെല്ലിംഗ് സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട്സ് ബേസ്ഡ് ഓൺ ആൻ അണ്ടർലൈങ് അസറ്റ്സ്. അതായത് ഇവിടെ നമ്മൾ കോൺട്രാക്ട് സൈസിലാണ് എക്സിക്യൂട്ട് ചെയ്യണത്. ഇപ്പോൾ ഫോറക്സിലാണെങ്കിൽ നമ്മൾ ലോട്ട് സൈസിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ കോൺട്രാക്ട് സൈസിലാണ് നമ്മൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ പിന്നെ യു ആർ ട്രേഡിംഗ് ദ പ്രൈസ് മൂവ്മെൻറ്റ് ഓഫ് ദ കോൺട്രാക്ട് റാദർ ദാൻ ഓണിങ് ദ അസറ്റ് ഇറ്റ് സെൽഫ്. അത് എല്ലാ മാർക്കറ്റ് CFD-യിലോട്ട് ഒക്കെ കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു കോൺട്രാക്റ്റ് തന്നെയാണ് അവിടെ ട്രേഡ് ചെയ്യണത്. ബട്ട് CFD-യിൽ ഈ പറഞ്ഞ പോലെ ലോട്ട് യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യണത്. ഇവിടെ കോൺട്രാക്ട് സൈസ് യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യണത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സോ മൈക്രോ കോൺട്രാക്റ്റ് എന്താണ്, മിനി കോൺട്രാക്റ്റ് എന്താണ്, സ്റ്റാൻഡേർഡ് കോൺട്രാക്റ്റ് എന്താണ്, ഒക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ കോൺട്രാക്ട്സ് ഹാവ് പ്രീ ഡിഫൈൻഡ് സ്പെസിഫിക്കേഷൻസ് ലൈക്ക് ടിക്ക് സൈസ് ആൻഡ് വാല്യൂ. അതായത് ടിക്ക് സൈസിൻ്റെ രീതിയിലാണ്, അതായത് ഫോറക്സിലോട്ട് വരുമ്പോൾ നമ്മൾ പിപ്പ് സൈസിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് മെഷർ ചെയ്യുമ്പോൾ ഇവിടെ വരുമ്പോൾ ടിക്ക് സൈസിലാണ് നമ്മൾ ആ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് മെഷർ ചെയ്യുന്നത്. സോ ഇവിടെ പറഞ്ഞ പോലെ കോമൺ മാർക്കറ്റ്സ് ഇൻക്ലൂഡ് നാസ്ഡാക്ക്, NQ, S&P 500 ES, ഗോൾഡ് ആൻഡ് ഓയിൽ. ഓക്കെ. ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിതിൻ്റെ ചാർട്ട് കാണണമെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാസ്ഡാക്കിൻ്റെ ചാർട്ട് കാണണമെങ്കിൽ, ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ മൈക്രോ മിനി നാസ്ഡാക്കിൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിയൽ ടൈം ഡാറ്റ കിട്ടണമെങ്കിൽ രണ്ട് രീതിയിലാണ് നമുക്ക് റിയൽ ടൈം ഡാറ്റ കിട്ടുക. ഓക്കെ. ഒന്നുകിൽ നമ്മളൊരു ഫ്യൂച്ചേഴ്സ് പ്രോപ്പ് ചലഞ്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ട്രേഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ട്രേഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫ്യൂച്ചേഴ്സ് ചലഞ്ചസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇതിപ്പോൾ ഞാനൊരു ലൂസിഡിൻ്റെ ഒരു 25K ചലഞ്ച് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ. അത് നമുക്ക് ഡയറക്റ്റ്ലി ട്രേഡിംഗ് ചെയ്യുന്ന തന്നെ ഈ ഒരു ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചലഞ്ചസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. നിങ്ങൾ നോർമൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഇവിടെ പോയിട്ട് NQ എന്ന് സെർച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. ഓക്കെ. നമുക്ക് എന്ത് കിട്ടും, ഇപ്പോൾ ഇവിടെ CMEയുടെ ഈ മിനി നാസ്ഡാക്ക് 100 ഫ്യൂച്ചേഴ്സ് കിട്ടും. ഓക്കെ. ഇതാണ് നാസ്ഡാക്കിൻ്റെ ഫ്യൂച്ചേഴ്സ്. ഓക്കെ. ഇവിടെ MNQ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മൈക്രോ ഫ്യൂച്ചേഴ്സ് ആണ്. ഓക്കെ. അത് മൈക്രോ ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ മിനി ഉണ്ട്. അതിൻ്റെ ഡിഫറൻസ് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ NQ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ വരാൻ പോകുന്നത് ഈ മിനി നാസ്ഡാക്കിൻ്റെ ഫ്യൂച്ചേഴ്സ് ആണ്. അപ്പോൾ അതിവിടെ കാണാം CME ഗ്രൂപ്പിൻ്റെ ചാർട്ടാണ്. ഓക്കെ. അതാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് MNQ ആണ്. ഓക്കെ. ഇവിടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ES എന്ന് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ വരാൻ പോണത് ഈ മിനി S&P 500, അതായത് S&P 500ൻ്റെ ഫ്യൂച്ചേഴ്സ് ആണ് എനിക്കിവിടെ വരാൻ പോണത്. ഓക്കെ. ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാച്ച് ലിസ്റ്റിലോട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ GC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് ആണ്. ഓക്കെ. അതായത് കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ഓക്കെ. അതാണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സിൻ്റെ പറഞ്ഞത് കോമക്സ്. അപ്പോൾ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് എന്ത് ചെയ്യാം, എനിക്കിവിടെ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ എനിക്കിവിടെയൊക്കെ റിയൽ ടൈം ഡാറ്റ കിട്ടുന്നുണ്ട്. സോ റിയൽ ടൈം ഡാറ്റ കിട്ടാൻ കാരണം ഞാനൊരു ഫ്യൂച്ചേഴ്സ് ചലഞ്ച് അക്കൗണ്ട് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോർമലി ഈ ഒരു അസറ്റ്സിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു 10 to 15 മിനിറ്റ്സിൻ്റെ ഡിലേ പ്രൈസിൽ കാണാൻ പറ്റും. കാരണം റിയൽ ടൈം ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. കുഴപ്പമില്ല, നമുക്ക് ആ ഫ്യൂച്ചേഴ്സ് ചലഞ്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിയൽ ടൈം ഡാറ്റ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിവിടെ NQയുടെ ചാർട്ട് എടുക്കാം. NQയുടെ ചാർട്ട് ഇപ്പോൾ സെയിം സാധനമാണ്. നമ്മൾ ഈ ഒരു CFD-യിലോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മൾ ഫോറക്സ് മാർക്കറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നാസ് 100 അല്ലെങ്കിൽ US ടെക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കാണാൻ പറ്റുമല്ലോ. ഇതാണ് US ടെക്. ഓക്കെ. US ടെക്കും അതായത് US 100 അല്ലെങ്കിൽ നാസ് 100 ആ ഒരു സംഭവം നമ്മുടെ MNQവും സെയിം ആണ്. അതായത് MNQവിനെ നാസ്ഡാക്കിൻ്റെ ഫ്യൂച്ചേഴ്സിനെ മിമിക് ചെയ്യണതാണ് ശരിക്കും CFD-യിൽ പറഞ്ഞ ഈ ഒരു നാസ് 100 അല്ലെങ്കിൽ US 100 എന്നുകൊണ്ടുള്ള
ഈ ഒരു അസറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ട്രേഡ് ചെയ്യണത് MNQ ആണ്. സോ MNQ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി ഈ ഒരു ട്രേഡിംഗ് വ്യൂ തന്നെ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ചലഞ്ച് അക്കൗണ്ട് ട്രേഡിംഗ് വ്യൂ ആയിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട്ട് നമുക്ക് വരാം. ഓക്കെ, ആൻഡ് പ്രൈസ് മൂവ്മെൻറ്റ്സ് നമ്മൾ ടിക്കിലാണ് മെഷർ ചെയ്യണത്. ആൻഡ് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യണത് കോൺട്രാക്ട് സൈസിലാണ് നമ്മൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യണത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഹൗ ഫ്യൂച്ചേഴ്സ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സ്പോട്ട് മാർക്കറ്റ്. സോ ഫോറക്സ് ഈസ് ഡീസെൻട്രലൈസ്ഡ്, മീനിങ് പ്രൈസ് മേ വേരി സ്ലൈറ്റ്ലി ബിറ്റ്വീൻ ബ്രോക്കേഴ്സ്. അതായത് ജസ്റ്റ് ആ ഒരു ഫോറക്സ് മാർക്കറ്റുമായിട്ടുള്ള ചെറിയൊരു കമ്പാരിസൺ ആണ്. സ്പോട്ട് മാർക്കറ്റിലുള്ള ഫോറക്സ് മാർക്കറ്റാണ്. അതായത് ഫോറക്സ് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ സെയിം പ്രൈസ് ആണ്. അതായത് ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സിലോട്ട് പോവുകയാണെങ്കിലും ഇപ്പോൾ NQയുടെ പ്രൈസ് സെയിം ആയിരിക്കും. ബട്ട് ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ യൂറോ USD എടുക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും. സോ ഫ്യൂച്ചർ ട്രേഡിംഗ് ഹാപ്പൻസ് ഓൺ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ലൈക്ക് CME. അതായത് ഈ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് നടക്കുന്നത് CME എക്സ്ചേഞ്ചിലാണ്. ഈ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് നടക്കുന്നത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. സോ റിയൽ ഓർഡർ ഫ്ലോ ആൻഡ് വോളിയം ഡാറ്റ ഹെൽപ്പ് ട്രേഡേഴ്സ് അനലൈസ് പാർട്ടിസിപ്പേഷൻ. അതായത് റിയൽ മാർക്കറ്റാണ് നമ്മളിവിടെ ട്രേഡ് ചെയ്യണത്. സോ ഫ്യൂച്ചർ ഫോറക്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മളവിടെ ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു പഞ്ച് ചെയ്യണ ഓർഡേഴ്സ് ഈ ലിക്വിഡിറ്റി എങ്ങോട്ടാണ് പോണേ എന്ന് നമുക്ക് ശരിക്കും അറിയത്തില്ല. സോ അവിടെ ഈ പറഞ്ഞ പോലെ A ബുക്ക് B ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആ ഒരു പ്രശ്നമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ഒരു ഡെമോ അക്കൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ചസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിമുലേഷൻ ആണ് ട്രേഡ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ റിയൽ ടൈം ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ കമ്മീഷൻസ് ബേസ്ഡ് സ്ട്രക്ചർ ഇൻസ്റ്റെഡ് ഓഫ് സ്പ്രെഡ് ഹെവി പ്രൈസിങ്. ഇവിടെ കമ്മീഷൻ ബേസ്ഡ് ആണ്. ഈ പറഞ്ഞ പോലെ സ്പ്രെഡ് സ്ലിപ്പേജ് ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ പിന്നെ എക്സാമ്പിൾ ട്രേഡിംഗ് നാസ്ഡാക്ക് ഫ്യൂച്ചേഴ്സ്. സോ വെൻ ട്രേഡിംഗ് NQ ട്രേഡ് കോൺട്രാക്ട്സ് റെപ്രസെൻറ്റിംഗ് ദ നാസ്ഡാക്ക് ഇൻഡെക്സ് മൂവ്മെൻറ്റ്. അതായത് ആ ഒരു നാസ്ഡാക്കിൻ്റെ ഇൻഡെക്സിൻ്റെ പുറത്തുള്ള മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ ശരിക്കും ആ ഒരു കോൺട്രാക്ട്സ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ട്രേഡ് ചെയ്യണത്. സോ ഈച്ച് പ്രൈസ് മൂവ് ഹാപ്പൻസ് ഇൻ സ്മോൾ ഇൻക്രിമെൻറ്റ്സ് കോൾ ടിക്സ്. അതായത് ടിക്സിലാണ് നമ്മൾ ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സ് മെഷർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഞാനൊരു 1 minute ചാർട്ട് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇത് എത്ര ടിക്ക് മൂവ് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മളെപ്പോഴും മെഷർ ചെയ്യണ പോലെ തന്നെ മെഷർ ടൂൾ എടുക്കാം. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് 68 കാണാമല്ലോ. ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 68 ടിക്സ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂറോ USDയിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ ഒരു ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഒരു 1.6 പിപ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ ടിക്ക് വാല്യൂ ആണ്. അതായത് ഇപ്പോൾ ഇൻഡെക്സിലോട്ട് വരുന്ന സമയത്ത് 0.25 മൂവ്മെൻറ്റിനാണ് നമ്മൾ 1 പിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇവിടോട്ട് വരുന്ന സമയത്ത് ടിക്കിലാണ് നമ്മൾ പ്രൈസ് മൂവ്മെൻറ്റ്സ് മെഷർ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ 60 ടിക്സ് വന്നിട്ടുണ്ട് ആ ഒരു രീതി. ഓക്കെ, സോ ഈച്ച് ടിക്ക് ഹാസ് എ ഡിഫൈൻഡ് മൊണറ്ററി വാല്യൂ അഫക്റ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ആ ഒരു കോൺട്രാക്ട് സൈസ് കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണത്. ആൻഡ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് അസറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും. മീൻസ് പ്രൈസ് ഡിഫറൻസ് അല്ല, ആ ഒരു ടിക്ക് വാല്യൂയിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നമുക്ക് ചെയ്യാം. സോ പിന്നെ പറഞ്ഞത് അണ്ടർസ്റ്റാൻഡിങ് ടിക്ക് വാല്യൂ ഹെൽപ്സ് മാനേജ് റിസ്ക് പ്രോപ്പർലി. നോർമൽ അതിൻ്റെ ബേസിലാണ്, ആ ഒരു ടിക്ക് സൈസിൻ്റെ ബേസിലാണ് നമ്മൾ ആ ഒരു റിസ്ക് കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. ആൻഡ് അതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് വരാം. സോ മെയിൻ റീസൺ വൈ മെനി ഫോറക്സ് ട്രേഡേഴ്സ് മൂവ് ടു ഫ്യൂച്ചേഴ്സ്. അതായത് ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ പോലെ ഫോറക്സ് ട്രേഡേഴ്സൊക്കെ CFD ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ മെയിൻ തിങ് ക്ലീനർ ആൻഡ് മോർ സ്ട്രക്ചേർഡ് പ്രൈസ് ആക്ഷൻ. അതിനിവിടെ NQയിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ഡിയോർ കോപ്പൺ, അതായത് ഒരു നൈറ്റ് ഒരു 8 PM to 10 PM ഒക്കെ നോക്കുവാണെങ്കിൽ ക്ലീൻ പ്രൈസ് ആക്ഷൻ ആണ്. നല്ലൊരു വൺ സൈഡ് മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല സെറ്റപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഞാൻ മെയിനായിട്ട് ട്രേഡ് ചെയ്യണത് യൂറോ USD ആണ്. അതിനകത്തൊരു മൈക്രോ സ്കാൽപ്പിംഗ് ആണ് എൻ്റെ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവണത് ഈ പറഞ്ഞ പോലെ NQയിലാണ്, MNQയിലാണ്, നാസ്ഡാക്കിലാണ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവണം. അത്യാവശ്യം നല്ല ക്ലീൻ പ്രൈസ് ആക്ഷൻ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ ആ ഒരു നിയർ ഓപ്പണിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിടാം. ഓക്കെ, ഞാൻ 1 മിനിറ്റിലാണ് ഞാൻ ട്രേഡ് ചെയ്യണത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇന്നലത്തേക്ക് ഒരു മാർക്കറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
സോ ഇന്നലൊക്കെ ക്ലീൻ നല്ലൊരു സെല്ലിലാണ് ഇന്നലൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇവിടെയൊക്കെ സെറ്റപ്പ് ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ നല്ലൊരു സെൽ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു ആൻഡ് ഒരു ബാരിഷ് ബ്രേക്കർ ഫോമായി. ഇവിടെയൊക്കെ നല്ല സെറ്റപ്പുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ജസ്റ്റ് ഇതിൻ്റെ തലേ ദിവസത്തെ എടുക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ന്യൂയോർക്ക് ഓപ്പണിംഗ് ടൈമിന് അത്യാവശ്യം നല്ല ക്ലീൻ മാർക്കറ്റാണ്. ഓക്കെ, ഫോറക്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ പറഞ്ഞത് ബെറ്റർ ട്രാൻസ്പെറൻസി വിത്ത് റിയൽ മാർക്കറ്റ് ഡാറ്റ. സോ റിയൽ മാർക്കറ്റ് ഡാറ്റയാണ് നമ്മൾ ട്രേഡ് ചെയ്യണത്. സോ അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ റെഡ്യൂസ്ഡ് ബ്രോക്കർ മാനിപ്പുലേഷൻ കൺസേൺസ് ഡ്യൂ ടു സെൻട്രലൈസ്ഡ് പ്രൈസിങ്. ആ ഒരു മാനിപ്പുലേഷൻസ് മീൻസ് ബ്രോക്കേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള മാനിപ്പുലേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ പ്രോപ്പ് സ്പേസിലോട്ട് വരുന്ന സമയത്ത്, ഫ്യൂച്ചേഴ്സ് പ്രോപ്പ് ഫേംസിലോട്ട് വരുന്ന സമയത്ത് CFD ഫേംസിനെക്കാട്ടിലും കുറച്ചുകൂടി ഈസിയാണ്. ഈ ചലഞ്ചസ് കുറച്ചുകൂടി ഈസിയാണ്. 2 ഫേസ് ചലഞ്ചസ് ഒന്നുമല്ല, 1 ഫേസ് ചലഞ്ച് ആണ്. ബട്ട് ഡ്രോ ഡൗൺസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ CFD ചലഞ്ചസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഈസിയാണ് ആ ഒരു ചലഞ്ചസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മോർ സ്യൂട്ടബിൾ ഫോർ സ്ട്രക്ചേർഡ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രിസൈസ് എക്സിക്യൂഷൻസ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫോറക്സിൽ നല്ലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടെസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ഫോറക്സിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് ഇവിടെ വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണോ? സോ ബെസ്റ്റ് സ്യൂട്ടർ ഫോർ ഡിസിപ്ലിൻ ട്രേഡേഴ്സ് ഹു ഫോളോ സ്ട്രക്ചേർഡ് സ്ട്രാറ്റജീസ്. അതായത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓൾറെഡി ഫോറക്സ് ചെയ്തിട്ടുണ്ട്, ഫോറക്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. സോ അല്ല നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിലും ഇറ്റ്സ് എ ബെറ്റർ മാർക്കറ്റ്. ഓക്കെ, എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഫ്യൂച്ചേഴ്സ്. ബട്ട് നമുക്കിവിടെ ട്രേഡ് ചെയ്യണമെങ്കിൽ, ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് ട്രേഡ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഫ്യൂച്ചേഴ്സ് പ്രോഫോംസ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. സോ റിക്വേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലിവറേജ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്, അതൊക്കെ നമ്മൾ പഠിക്കും. നോട്ട് ഐഡിയ ഫോർ ട്രേഡേഴ്സ് വിത്ത് ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റ് ഓർ നോ റിസ്ക് കൺട്രോൾ. അത് ഏത് മാർക്കറ്റ് ആണെങ്കിലും ഗാംബ്ലേഴ്സിന് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഇതൊക്കെ നമ്മൾ പഠിക്കും, കാര്യമായിട്ട് പഠിക്കും. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോണ കാര്യങ്ങൾ, വാട്ട് യു വിൽ ലേൺ ഇൻ ദിസ് ബുട്ട് ക്യാമ്പ്. സോ ഈ പറഞ്ഞ പോലെ എന്താണ് മെയിനായിട്ട് എന്താണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ്, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നതുള്ളൂ. സോ ഇതിനകത്ത് നമ്മൾ ആ ഒരു ഫോറക്സും ഫ്യൂച്ചേഴ്സും നമ്മളെ ഡിഫറൻസ് എന്താണെന്ന് പഠിക്കും, എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പഠിക്കും, ഇപ്പം എങ്ങനെയാണ് ഒരു ഫ്യൂച്ചേഴ്സ് ചലഞ്ച് വർക്ക് ചെയ്യണത്, എങ്ങനെയാണ് അത് പർച്ചേസ് ചെയ്യണത്, എങ്ങനെയാണ് ഫസ്റ്റ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണത്, എങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യണത്, ആ ഒരു സ്ട്രക്ചർ ആൻഡ് ലിക്വിഡിറ്റി ആൻഡ് എങ്ങനെയാണ് ഒരു സെറ്റപ്പ് വർക്ക് ചെയ്യണത്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഡെയിലി വീഡിയോസ് ഉണ്ടാവും. ഇപ്പോൾ ഡെയിലി ബുട്ട് ക്യാമ്പ് ഡേ 1 ഡേ 2 അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഒരു 1 മന്ത് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ബുട്ട് ക്യാമ്പ് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ആൻഡ് ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഡേ 2 നമുക്ക് കാണാം. ബൈ.